സിനിമയ്ക്ക് നമ്മൾ ആവശ്യമൊന്നുമില്ല, നമ്മളല്ലെങ്കിൽ വേറൊരാളെ. അപ്പം എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു, ഭയങ്കരമായിട്ട്. ഞാൻ ഒരു 10-30 വർഷം പിറകിലേക്ക് പോയിട്ട് ഞാൻ എൻ്റെ തുടക്കം അതായിരുന്നല്ലോ. ഒരെണ്ണം 1000 കംപ്ലീറ്റ് ചെയ്യാൻ ഒരാൾക്ക് പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് 3 എണ്ണം അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ളത് വലിയൊരു ഭാഗ്യം. ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? കഴിഞ്ഞ 25 വർഷമായിട്ട് ഇപ്പോൾ നായകനായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഓരോ ശ്രമങ്ങളും ഓരോ പരിശ്രമങ്ങളും ഓരോ കഷ്ടപ്പാടുകളും കൊണ്ട് നേടുന്നതായിരിക്കും ഓരോ നേട്ടങ്ങളും. നമുക്ക് ഡിസേർവ് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തും. കാരണം അത് കഷ്ടപ്പെട്ട് നമ്മൾ നേടിയതാണ്. ലൊക്കേഷൻസ് മാറുന്നതനുസരിച്ച് സൗഹൃദങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കൊണ്ടുപോകുന്ന സൗഹൃദങ്ങളല്ല ഇൻഡസ്ട്രിയിലുള്ളത്. സിമ്പിളായിട്ട് തോന്നിയത് വിയറ്റ്നാമാണ്, പക്ഷെ ഭയങ്കര ഇത് റിച്ചായിട്ട് തോന്നിയത് മെക്കാവ്. അതിങ്ങനെ സ്ഥിരമായി വരുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഇന്ത്യൻസ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ അപ്പോഴേ നമ്മളോടൊരു ആ ഒരു മെന്റാലിറ്റി. അവർക്ക് സൗത്ത് നോർത്ത് വ്യത്യാസമില്ല, അവർക്ക് ആകെ ഇന്ത്യൻസ് എന്ന് അറിയാവും. ആ ഒരാൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് അവൻ തന്നെ കുറെ ഡയറക്ടേഴ്സിന്റെ നമ്പറൊക്കെ തന്നു. ഞാൻ എല്ലാ സേവൊക്കെ ചെയ്ത് വെച്ചു. വിളിച്ചോ? ഇല്ല. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ. ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വെൽക്കം ടു മൂവൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ. ഞാൻ ഇന്നുള്ളത് അളിയൻസിന്റെ സെറ്റിലാണ്. ആൻഡ് എൻ്റെ കൂടെ ഉള്ളത് അനീഷേട്ടനാണ്. വെൽക്കം. താങ്ക് യു ചേട്ടാ. നമ്മളൊക്കെ എപ്പോഴും ടി വിയിലും യൂട്യൂബിലൊക്കെ കണ്ട് നമ്മുടെ ഒരു ഫാമിലി പോലെയാണ് അളിയൻസിലെ ആളുകളും. അപ്പോൾ ഇവിടെ വന്ന് ആ ഒരു സെറ്റൊക്കെ നേരിട്ട് കാണാനും ചേട്ടനോട് ഇങ്ങനെ ഒന്ന് സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ട് ഒരുപാട് സന്തോഷം ആദ്യം തന്നെ. അപ്പൊ നമുക്ക് വേണ്ടി കുറച്ച് നേരത്തേക്ക് കനകൻ ഒന്ന് മാറി അനീഷായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ടീഷർട്ടൊക്കെ മാറ്റിയിട്ട് പാൻസും ഷർട്ടും ഇട്ടിരിക്കുകയാണ്. അതെ, ഒന്നും ചെയ്യില്ല. ഞാനപ്പോ വന്നപ്പോ തന്നെ ചോദിക്കുകയും ചെയ്തു, കനകന് ഇത്തിരി താടിയും ഇതൊക്കെ വന്ന്. ഇത് നമ്മുടെ സിനിമയുടെ ഒരു ഷൂട്ടിന് അവസാനം കുറച്ച് പാച്ച് വർക്കുകൾ ഉണ്ടായിരുന്നല്ലോ. അതെ. അപ്പൊ അതിനു മുമ്പായിട്ട് വെച്ച് താടിയായിരുന്നു. പിന്നെ ഇപ്പൊ കഥയിൽ അങ്ങനെ നമ്മുടെ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ എസ് ഐ ടെസ്റ്റിന് നിൽക്കുന്നതായിട്ട്. ഇനിയിപ്പോൾ അടുത്ത മാസമൊക്കെ ആകുമ്പോൾ ഇത് മാറും. അതെ. ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഇപ്പോൾ ഓരോരുത്തരുടെ പേര് പറയുമ്പോഴേ ചേട്ടനാണെങ്കിൽ പോലും ആരുടെയും പേര് ഇപ്പം മഞ്ജുന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. തങ്കം, മുത്ത്, അങ്ങനെ തന്നെ എല്ലാവരുടെയും പറയുന്നത്. ശരിക്കും ഒരു 6-7 വർഷം കൊണ്ട് നിങ്ങൾ ശരിക്കും ആ ഒരു ഫാമിലിയായി മാറി അല്ലേ? തീർച്ചയായിട്ടും. അത് അങ്ങനെ ആയിത്തീരും. നമ്മൾ അത് മീൻസ് അങ്ങനെ ഒരു നമ്മളെല്ലാവരും എല്ലാ മാസവും ഒരു 15 ദിവസം നമ്മൾ ഒരുമിച്ചുണ്ടല്ലോ. പിന്നെ മാത്രമല്ല ഇപ്പൊ കഥാപാത്രം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. സാധാരണ നമ്മളൊരു പുതിയ സെറ്റിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപരിചിതത്വം ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ കനകൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കും അറിയാം, പ്രേക്ഷകനും അറിയാം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റിച്ചത് അയാൾ അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ ഒരാളോട് പെരുമാറുന്ന അയാൾ അങ്ങനെ ഇതെന്തിട്ട് അയാൾക്കെന്ന് തോന്നും. അപ്പൊ അതുകൊണ്ട് ദാറ്റ് മീൻസ് നമുക്കും പ്രേക്ഷകന് നന്നായിട്ട് അറിയാം നമ്മുടെ കഥാപാത്രത്തിന്റെ സഞ്ചാരം എങ്ങോട്ടാണെന്നുള്ളത്. അതെ. ഇപ്പം മഞ്ജു ചേച്ചിയൊക്കെ ആയിട്ടാണെങ്കിലേ ഈ പറഞ്ഞ പോലെ തങ്കവും കനകനും നിങ്ങൾ റിയൽ ലൈഫിൽ ആ ഒരു ബ്രദർ സിസ്റ്റർ അങ്ങനെ തന്നെ ആയി മാറിയോ കംപ്ലീറ്റ്ലി? തീർച്ചയായിട്ടും നമ്മളങ്ങനെയാണ്. നമ്മളെപ്പോഴും ഞാൻ പൊതുവേ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഞാനും ചേച്ചി നല്ല കൂട്ടാണ്. അപ്പോൾ ഇപ്പം മിക്കവാറും നമ്മൾ ഇതിനകത്ത് ഇത് ഇപ്പോൾ നമ്മുടെ സ്പോട്ട് ഡബിങ് നമ്മുടെ ഇതായതുകൊണ്ടും സിംഗ് സൗണ്ട് ആയതുകൊണ്ടും പിന്നെ നമ്മൾ ഇംപ്രവൈസേഷൻ ഉള്ളതുകൊണ്ടും നമ്മൾ പറയുന്ന കഥാപാത്രങ്ങൾ ചില സാഹചര്യങ്ങൾ സന്ദർഭങ്ങളൊക്കെ മിക്കവാറും ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ടായിരിക്കും പറയുന്നത്. കാരണം മാറി നിൽക്കുന്ന കഥാപാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കഥകളും ചില കഥാപാത്രങ്ങളുടെ പേരൊക്കെ പറയുന്നതൊക്കെ ഞാൻ എന്നോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് പറയാറുള്ളത്. ഫ്രണ്ട്സിന്റെ പേരൊക്കെ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിന്റെ പേര് തന്നെ എനിക്ക് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാം എന്റെ നാടിന്റെ പ്രശ്നങ്ങൾ, എന്റെ നാട്ടുകാരുടെ, എന്റെ ബന്ധുക്കളുടെ പേരുകളൊക്കെ എങ്ങനെ പറയണേ. ഏറ്റവും കൂടുതൽ അങ്ങനെ ഉപയോഗിച്ച പേര് ആരുടെ പേരായിരിക്കും? ജോയ്ലാൽ, ബിജു എന്നൊക്കെ പറഞ്ഞു. അത് പണ്ടേ എന്നോടൊപ്പം ഉള്ളവരാണ്, ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളാണ് അവര്. അപ്പൊ അതുകൊണ്ട് അവരുടെ പേരൊക്കെ ഇങ്ങനെ അത് തന്നെ ജോയ്ലാൽ, ഹലോ ജോയ്ലാൽ എവിടെ ഉണ്ട് എന്നൊക്കെ ചോദിക്കും. അതായത് എപ്പോഴും നമ്മള് അതിനൊരു പ്രധാന കാരണം വെച്ചാൽ നമ്മളിപ്പോ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് എന്ന് പറയുന്നതിനേക്കാളും നമ്മളൊരു പേര് പറയുമ്പോഴാണ് കുറച്ചുകൂടി ആധികാരികത. എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചെന്ന് പറയാലും ജോയ്ലാൽ വിളിച്ചിരുന്നു, ഇപ്പൊ 100 വിളിച്ചിരുന്നു പറയാൻ ഉറപ്പായി 100-ന്റെ ഒരു കിട്ടിയല്ലോ, ലുക്ക് കിട്ടിയല്ലോ. അപ്പൊ എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ആ ഒരു യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റാണ് ഈ പേരുകൾ പറയുക, സ്ഥലപ്പേര് വ്യക്തമായി പറയുക, അങ്ങനെ ചെയ്യുമ്പോൾ. എന്നെ ഒരിടത്തുനിന്ന് ഒരാൾ വിളിച്ചെന്ന് പറഞ്ഞാലും ആ സ്ഥലത്തിന്റെ പേര് പറയുന്നില്ല എപ്പോഴും നമുക്ക്. അതെ അതെ അതെ. അതുപോലെ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിലേ ഇപ്പൊ ഈ മുത്തൊക്കെ ആണെങ്കിലും വളരെ കൊച്ചായിട്ട് നിങ്ങളുടെ കൂടെ കൂടിയ ആള് ഇപ്പോ എന്താ പറയാ അത്ര വലുതായി ആയുർവേദത്തിൽ പഠിക്കുന്നു. അതുപോലെ ഇപ്പൊ കണ്ണനാണെങ്കിലും ഒക്കെ
പിള്ളേരൊക്കെ നിങ്ങളുടെ കൂടെ അങ്ങ് ജെല്ലായി അല്ലേ ശരിക്കും ഇപ്പൊ പറഞ്ഞു. മുത്ത് വളർന്ന് മുത്തിന്റെ റിസൾട്ടും ഒക്കെ നമ്മൾ അതുപോലെ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ആ ഇപ്പൊ നമ്മുടെ കഥയോട് ചേർന്ന് നിൽക്കുകയാണ്. അതായത് മുത്ത് 10ാം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ സമയത്ത് നമ്മൾ പരീക്ഷയുടെ സമയം കാര്യങ്ങൾ പറയുന്നുണ്ട്. മുത്ത് പാസ്സായപ്പോൾ നമ്മളത് ആഘോഷിക്കുന്നുണ്ട്, സിറ്റ്കോമിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട്. മുത്തിന് ആയുർവേദം കിട്ടിയപ്പോൾ നമ്മൾ ആയുർവേദത്തിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതെ അപ്പൊ അങ്ങനെ തന്നെയാണ് അവള് ഇടയ്ക്ക് പ്രിപ്പറേഷന് പോയ സമയത്ത് അങ്ങനെ പറയുമായിരുന്നു. അതെ ആ ഒരു കഥയുടെ കൂടെ തന്നെ ആ ഒരു ലൈഫും കൂടെ മിക്സ് ചെയ്തിട്ട്. അതെ അപ്പൊ ഇതിനൊക്കെ ഇടയ്ക്ക് ഇപ്പൊ നമ്മുടെ അയ്യപ്പന്റെ സിനിമ വന്നു, അത്യാവശ്യം നല്ല റിവ്യൂസ് ഒക്കെ ആയിട്ട് പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയും സീരിയലും TV ഷോസും എല്ലാം കൂടി എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത്? അതിൻ്റെ ഇടയ്ക്ക് ഇന്റർവ്യൂസ് എടുക്കുന്നുണ്ട്, പോഡ്കാസ്റ്റുകൾ, എല്ലാത്തിനും കൂടി എങ്ങനെയാണ് ഈ സമയമൊക്കെ മാനേജ് ചെയ്ത് പോകുന്നത്? അതായത് നോർമലി ഞാൻ എൻ്റെ ഒരു ഏകദേശം 25 വർഷമായി നമ്മൾ മീഡിയയിൽ അല്ലെങ്കിൽ സിനിമ സീരിയൽ രംഗത്തേക്ക് വന്നിട്ട്. അതിനുമുമ്പ് നാടകത്തിലൊക്കെ ഉണ്ടായിരുന്നു. ചെറുതിൽ തന്നെ ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ നാടകങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ പ്രൊഫഷണൽ നാടകത്തിലേക്ക് വന്നു. അപ്പോൾ നമ്മുടെ ഈ ചാനലുകളിലും അല്ലെങ്കിൽ സിനിമയിലൊക്കെ വന്നു തുടങ്ങി ഏകദേശം 25 വർഷമാവുന്നുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഞാനൊരു ആദ്യത്തെ ഒരു 3-4 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. മിക്കവാറും ഒരു പ്രോജക്റ്റ് മാത്രമേ ഞാൻ കമ്മിറ്റ് ചെയ്യുള്ളൂ. ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു ഒറ്റ സീരിയലായിരിക്കും. ആ സമയത്ത് വേറൊരു സീരിയൽ ചെയ്യൂല. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത കാര്യനിസാരമാണ്. കാര്യനിസാരം ഒരു 6 വർഷം പോയിരുന്നു. അപ്പോൾ കാര്യനിസാരം മാത്രമായിരുന്നു. അതിനു മുമ്പ് ഞാൻ ചെയ്ത തമിഴ് സീരിയലായിരുന്നു. കെ ബാലചന്ദ്രൻ സാറിൻ്റെ സീരിയൽ ഹീറോ ആയിട്ട് ചെയ്തിരുന്നു. അത് 2 വർഷം പോയി. അപ്പോൾ അത് മാത്രം. അതിനു മുമ്പ് ഒരു 2 വർഷം മേഖല എന്നൊരു സൺ ടി വിയിൽ സീരിയൽ ഉണ്ടായിരുന്നു. അതൊരു 2 വർഷം. അതിനു മുമ്പ് ഒരു 6-7 വർഷം മിന്നുകെട്ട സീരിയലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നതിനിടയിൽ അടുത്ത അങ്ങനെ ചാടിപ്പോയി ചെയ്യൂല, ഒരെണ്ണമായിരിക്കും ചെയ്യുന്നത്. അത് ഭാഗ്യം കൊണ്ട് അത് ഈ പറഞ്ഞ ആയിരങ്ങൾ ഇങ്ങനെ പിന്നിടും. അതെ, അതുകൊണ്ട് തന്നെ നമുക്കിപ്പം പറഞ്ഞ വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണനൊക്കെ ആയാലും നമ്മൾ ഒരിക്കലും മറക്കില്ല ആ ഒരു കാര്യനിസ്സാരമൊക്കെ. സ്റ്റാമ്പ് ചെയ്ത് പോകാൻ പറ്റും നമുക്ക്. സ്റ്റിൽ നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കുമ്പോൾ യൂട്യൂബിൽ സാധനം ഇട്ട് കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ പിന്നെ ചേട്ടൻ്റെ ഇതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിലും സീരിയലുകളാണെങ്കിലും ഇപ്പോൾ അളിയൻസ്, കാര്യനിസ്സാരം എല്ലാം ഓൾമോസ്റ്റ് 1000 എപ്പിസോഡ് കഴിഞ്ഞു. അതൊരു വലിയ കാര്യമല്ലേ? വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കും അവകാശപ്പെടാൻ പറ്റുന്നൊരു സാധനമായിരിക്കും അത്. കാരണം ഞാൻ 3 സീരിയലുകൾ നമ്മൾ ചെയ്തതിൽ 3 സീരിയലും 1000 കഴിഞ്ഞാണ്. മലയാളത്തിലെ ആദ്യത്തെ 1000 എപ്പിസോഡ് സീരിയലാണ് നമ്മുടെ മിന്നുകെട്ട് ജ്ഞാനശീല സാറിൻ്റെ. അതിൽ ഞാനുണ്ടായിരുന്നു, ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കാര്യനിസ്സാരം. അത് ഞാനായിരുന്നു നായകനായിട്ട് അഭിനയിച്ചത്. അത് 1000 എപ്പിസോഡ് കഴിഞ്ഞാണ്. 1100 എപ്പിസോഡ് പോയതാണ്. ഇപ്പോൾ ഇത് അളിയൻസിൽ ഹീറോ ആയിട്ട് ചെയ്യുന്നു. ഇതും ടോട്ടൽ എടുക്കാൻ 1700 എപ്പിസോഡ് ആവുന്നു. അപ്പോൾ ഇതൊരു ഇപ്പോൾ 1000 അഭിനയിച്ച് ഒരെണ്ണം 1000 കംപ്ലീറ്റ് ചെയ്യാൻ ഒരാൾക്ക് പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് 3 എണ്ണം അങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യം. അതെ, എപ്പോഴും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലേ? ഉറപ്പായിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പൊതുവെ ദൈവത്തിനോടാണോ അതോ ഒപ്പം നിന്ന സുഹൃത്തുക്കളോടാണോ അതോ സ്വന്തം സെൽഫിനോടാണോ, ആരോടാണ് അത് കൂടുതൽ തോന്നാറ്? നമുക്ക് നമ്മുടെ മാത്രം കഴിവാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വിജയിക്കണം. ഇത് സംഭവിക്കുന്നതാണ്. കാരണം നമുക്ക് അതിന് ഉദാഹരണം നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ കാര്യനിസ്സാരം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ ഞങ്ങളൊരു 1000 ചെയ്തവരാണെന്നൊരു തോന്നൽ നമുക്കുണ്ടായി എന്ന് വെച്ചോളൂ. അപ്പോഴാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് അതേ നായകനും നായികയും രചയിതാവും സംവിധായകനും കൂടി പുതിയൊരു പ്രോജക്റ്റ് വരെ തുടങ്ങി നമ്മൾ മറ്റൊരു ചാനലിൽ. അത് 28ാമത്തെ എപ്പിസോഡ് തീർന്നു പോയി. അപ്പോൾ ഇത് ഞങ്ങളുടെ കഴിവല്ലല്ലോ. അപ്പോൾ കഥ ഒത്തുവരണം, സാഹചര്യം ഒത്തുവരണം, ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ വരുമ്പോൾ സംഭവിക്കുന്നതാണ് ഇതൊക്കെ. ഭാഗ്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതൊരു ഭാഗ്യമാണെന്നാണ് എൻ്റെ ഒരു വിചാരം. നമ്മുടെ കഴിവ് മാത്രമാണെങ്കിൽ എൻ്റെ ആ പ്രോജക്റ്റ് വിജയിക്കണ്ടേ? പിന്നെ അപ്പോൾ കഴിവ് മാത്രമല്ല. പക്ഷേ ഈ ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാ ചേട്ടൻ. അതായത് നമ്മളിപ്പോൾ പണ്ട് മുതലേ ഇപ്പോൾ സീരിയലിലൊക്കെ പല ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അഭിനയങ്ങളൊക്കെ കണ്ടു വന്നിട്ടുള്ള ആളുകളാണ്. പക്ഷേ ആ ഒരു നാച്ചുറൽ ആക്ടിംഗ് എന്നുള്ളത് നമ്മൾ വളരെ കുറച്ച് പേർക്ക് ആദ്യം മുതലേ, ഇപ്പോൾ ഒരുപാട് പേര് നാച്ചുറൽ ആക്ടിങ്ങിലോട്ട് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്ന പോലുള്ള രീതികൾ സിനിമയിൽ ഇത്രയും നാച്ചുറൽ ആവുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സിനിമ ശരിക്കും അത്രയും ചേട്ടനെ യൂസ് ചെയ്യാത്ത പോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് അങ്ങനെ പറയാൻ പറ്റില്ല. സിനിമയ്ക്കല്ല, നമുക്കാണല്ലോ സിനിമ ആവശ്യം. സിനിമയ്ക്ക് നമ്മൾ ആവശ്യമൊന്നുമില്ല. നമ്മളല്ലെങ്കിൽ വേറൊരാള്, ഇപ്പൊ നിൽക്കുന്നവരല്ലെങ്കിൽ വേറൊരാൾ വരും അല്ലേ? ഇപ്പൊ ഒരാൾ പോയാൽ അയാളെ ഓർത്ത് ആ ഇൻഡസ്ട്രി അവസാനിപ്പിക്കുന്നില്ലല്ലോ. നമ്മളൊരു സ്ഥാപനം പോലെ അല്ലല്ലേ. ആ കട ഇനി അയാൾ നടത്താൻ എല്ലാത്തന്നെ ആ കട അടച്ചു പൂട്ടുന്നത് പോലെ അല്ലല്ലോ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിയിൽ എപ്പോഴും ആരും മസ്റ്റൊന്നുമല്ല, എല്ലാവരും അവരവരുടെ ആവശ്യമാണ്. ഇപ്പൊ നമ്മളിപ്പോൾ അറിയാം, നമ്മൾ മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് ജഗദീഷ് ശ്രീകുമാർ. അദ്ദേഹം ഇന്നില്ല എന്ന് കരുതി ഇൻഡസ്ട്രി ഇല്ലാതാണല്ലോ. ഒരിക്കലും ഇല്ല. അപ്പോൾ ഇതുപോലെ പേരും പ്രശസ്തിയും എല്ലാം നേടിയ നടന്മാരും നടിമാരും നമുക്ക് മുമ്പേ പോയവരുണ്ട്. അവരില്ലെങ്കിൽ ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നമ്മളില്ലെങ്കിലും
ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓവറായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഓവർ കോൺഫിഡൻസോ അല്ലെങ്കിൽ ഒരു അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് ഒരു ലക്കാണ് അല്ലേ? നമ്മളെപ്പോഴും ഒരു ഭാഗ്യമാണ്, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ. എന്നാലും എനിക്കാണെങ്കിലും ഒരുപാട് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് ചേട്ടൻ. ഒരുപാട് ഫാമിലി ഓഡിയൻസിന് അങ്ങനെ ഒരു അല്ലേ? അതെ അതെ അതെ, വലിയ കാര്യമാണ് ആൾക്കാർക്കല്ലേ. അപ്പോൾ അതൊരു സന്തോഷമാണ്. കാരണം നമ്മൾ അതിന് ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളുടെ ഒരു രീതിയുണ്ട്. അതൊരു ഭാഗ്യമാണ്. ഈ പറഞ്ഞ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ സെലക്റ്റീവായിട്ട് ഞാൻ അതേ ചെയ്യൂ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഭാഗ്യവശാൽ വരുന്ന ക്യാരക്ടേഴ്സൊക്കെ ഈ പറഞ്ഞ കണക്ക് കുറച്ച് എന്താണ് നല്ല ക്യാരക്ടേഴ്സാണ് കിട്ടുന്നത്. സെയിം ടൈമിൽ തന്നെ നമ്മളിപ്പോൾ നെഗറ്റീവ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ പോലും നമുക്ക് ഇത്തരം ക്യാരക്ടേഴ്സാണ് എപ്പോഴും പ്രോംപ്റ്റായി കിട്ടുന്നത്. അപ്പോൾ അതും ഒരു ഭാഗ്യമാണ്. ഇതൊന്നും കരുതി ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, നമ്മുടെ കുറേ വർഷം നമ്മുടെ ശരീരത്തിൻ്റെ പറ്റി ചോദിക്കും, എന്തുകൊണ്ടാണ് ബോഡി ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിൽ പോലും ഞാൻ അധികം വിശ്വസിക്കുന്നില്ല. കാരണം നമ്മുടെ ബോഡിക്ക് ഓരോ ദിവസം ഓരോ തരത്തിലുള്ള ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. നാളെ വേറെന്തൊരു എനിക്കൊരു ഇത് ചെയ്താൽ എൻ്റെ ബോഡിയുടെ സ്ട്രക്ചറെ മാറിപ്പോകും. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലും വിശ്വസിക്കുന്നില്ല. പലരും പറയും നമ്മൾ ഡയറ്റ് ഒന്നും ഒരു കാര്യമൊന്നുമല്ല. പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഫുഡെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്, എക്സർസൈസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇതൊക്കെ ചെയ്താലും ഇങ്ങനെ നിലനിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നാളെ എനിക്കൊരു തൈറോയിഡിൻ്റെ ഒരു പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ വേറൊരു ഇത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം അതുമൊക്കെ ഒരു ഭാഗ്യമാണ് അല്ലേ? ഓരോരുത്തരെ ഓരോ തരത്തിൽ ഇങ്ങനെ ദൈവം ഇങ്ങനെ എന്താ പറഞ്ഞ കൊണ്ട് നടക്കുന്നുണ്ട്, നമ്മളിങ്ങനെ പോകുന്നു. നമ്മുടെ ഒരു സമയം, നല്ല സമയം അല്ലേ? അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ചേട്ടൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഇമോഷണൽ ആയിരുന്നു ആൻഡ് ഹാപ്പി ആയിരുന്നു. അതേപോലെ പലരും ഇങ്ങനെ കളിയാക്കുന്നതായിരിക്കുമല്ലോ, മരണ വീട്ടില് ശവമായിട്ട് കിടന്നു അങ്ങനെയൊക്കെ. സിനിമ റിലീസായ സമയത്ത് എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമ്മുടെ അയ്യപ്പൻ ശ്രീ അയ്യപ്പൻ എന്ന സിനിമ ഞാൻ നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ്. വിഷ്ണു വെഞ്ഞാറമൂട് സംവിധാനം ചെയ്ത സിനിമ അത്യാവശ്യം നന്നായിട്ട് പോയി. ഒരു ചെറിയ പടമാണ്, പക്ഷെ അത് എന്നിട്ട് പോലും അത് എല്ലാവരിലേക്കും എത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിങ്ങനെ ലൈവിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, അറിയാതെ അന്ന് കണ്ണൊക്കെ നിറഞ്ഞു പോയതാ. ലൈവ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു ഏരിയയാണത്. കാരണം ഞാൻ നമ്മളറിയാം 2020 മാർച്ച് 23 ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ 51 ദിവസങ്ങളായിരുന്നു നമ്മൾ ലോക്ക്ഡൗണിലിരുന്നു നമ്മളെല്ലാവരും. ആ 51 ദിവസവും ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് വരുമായിരുന്നു. അത് അന്ന് ഈ പാട്ടൊക്കെ പാടി കവിതയൊക്കെ ചൊല്ലി ആൾക്കാരുടെ കഥകൾ പറഞ്ഞിട്ട് നിങ്ങൾ മാസ്ക് ഉപയോഗിക്കണം, കൈ കഴുകണം, പുറത്തിറങ്ങരുത്. അന്ന് ലൈവിനൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നല്ലേ? അന്ന് നല്ല ഓഡിയൻസ് ആയിരുന്നു, നിറയെ ഓഡിയൻസ് ആയിരുന്നു. അപ്പോൾ 51 ദിവസം ഞാൻ ലൈവ് ഇരുന്നു. ഒരു 2 മണി മുതൽ ഒരു 3 മണി വരെയൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 41 ദിവസം കൂടി ലോക്ക്ഡൗൺ ആയപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ ലൈവ് ഇരുന്നു. ഇത് പറയാൻ കാരണം ആദ്യത്തെ 51 ദിവസം നമ്മൾ ലൈവ് ഇരുന്ന സമയത്ത് നമ്മളൊരു എൻ്റെ പേരിൽ കുറേ കൂട്ടുകാർ കൂടി അവരെല്ലാവരും നമ്മുടെ പേജുകൾ തുടങ്ങാൻ തുടങ്ങി, സംഘടനകൾ, വി വാല്യൂ അനീഷ് ജി, അങ്ങനെ കുറേ ടീമുകൾ, അനീഷ് ഏട്ടൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ ഫാൻസ് എന്നൊക്കെ, ഫാൻസ് എന്നിടരുത്, ഫാമിലി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൂട്ടുകാർ അങ്ങനെയൊക്കെ ഇടാവും ഞാൻ പറയുന്നത് എപ്പോഴും. അപ്പോൾ അങ്ങനെ അത് പറയാൻ കാരണം, അങ്ങനെ നമ്മളെല്ലാം കൂടിയ സമയത്തായിരുന്നു നമ്മൾ കുട്ടികൾക്ക് പഠനോപകരണമായിട്ട് മാറുകയായിരുന്നു TV. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ 51 TV കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആൾക്കാർക്ക് കൊടുത്തു. അതൊക്കെ ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കൊടുക്കാൻ പറ്റിയതാണ്. അതേ തുടർന്നും നമ്മളിങ്ങനെ പല പല കാര്യങ്ങളൊക്കെ നമ്മുടെ കിറ്റുകൾ കൊടുക്കുക, പരിപാടികൾ മാസാമാസം ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ലൈവിലൂടെ രൂപപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെനിക്ക് വലിയൊരു കുടുംബമാണ്. ഞാൻ ലൈവിൽ കയറുമ്പോൾ ഒരുപാട് പേര് വരും. അപ്പോൾ പക്ഷേ ഇപ്പോൾ നല്ല ഗ്യാപ്പായി. അപ്പം മനസ്സ് തുറക്കുന്നൊരു ഏരിയ ആയിരുന്നു എൻ്റെ. അതുകൊണ്ട് എൻ്റെ സിനിമ റിലീസായ 2 ദിവസം കഴിഞ്ഞ ദിവസം ഞാൻ കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സിനിമ ഇങ്ങനെ വന്നിട്ടുണ്ട്, എല്ലാവരും കാണണം എന്ന് പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് കരഞ്ഞു പോയതാ. അതിന് കാരണം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം അല്ല, ആദ്യം അന്നൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. പാഠഭേദം എന്നൊരു സീരിയലുണ്ടായിരുന്നു. നമ്മുടെ മണക്കാട് ലീല ചേച്ചി എന്നെ അലി അക്ബർ സാറിനെ പരിചയപ്പെടുത്തിയിട്ട് ഞാൻ അതിനകത്തുനിന്ന് അഭിനയിച്ചിട്ട് പോയതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്, പക്ഷേ കിട്ടുന്ന വേഷം നമുക്ക് ആരെയും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു സീരിയലിൽ ഞാൻ അഭിനയിക്കാൻ ചെല്ലുന്ന സമയത്ത് ഞാൻ അഭിനയിച്ചിട്ടൊക്കെ പോയി. കുറേ ദിവസം കഴിഞ്ഞ് TV വന്നപ്പോൾ നോക്കുമ്പോൾ കാലൊക്കെ ഉള്ളു എൻ്റെ കാലൊക്കെ മാത്രമേ കാണുന്നില്ല. അപ്പോൾ ഞാനന്ന് പറഞ്ഞതാണ് ഇൻ്റർവ്യൂവിൽ. അത് കണ്ടിട്ട് എനിക്കും എൻ്റെ അമ്മയ്ക്കും മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം അമ്മയുടെ മോൻ്റെ കാലം അമ്മയ്ക്ക് മനസ്സിലായി, സ്വന്തം കാലം കൊണ്ട് എനിക്ക് എൻ്റെ കാലം മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അയ്യപ്പൻ സിനിമ കാണുന്ന സമയത്ത് പമ്പയിൽ കുളിച്ച് കാലിങ്ങനെ വെച്ച് പോകുമ്പോൾ എൻ്റെ കാലിൻ്റെ വലിയൊരു ക്ലോസ് ഷോട്ടാണ് വെച്ചിരിക്കുന്നത്.
അപ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്തു, ഭയങ്കരമായിട്ട്. ഞാൻ ഒരു 10-30 വർഷം പിറകിലേക്ക് പോയിട്ട് ഞാൻ എൻ്റെ തുടക്കം അതായിരുന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് അത് ഭയങ്കര സന്തോഷം കൊണ്ടുള്ള ആ ഒരു ഫീലിങ്സ് ആയിരുന്നു അത് ഞാൻ അവരോട് പറയുകയായിരുന്നു. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ സാധാരണത്തിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മുടെ ആക്ടിങ് കരിയർ എന്ന് പറയുന്നത്. കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തിട്ടാണ് വരുന്നത്, അല്ലാതെ വന്നോടെ നമ്മൾ നായകനായിട്ട് ഇൻട്രൊഡ്യൂസ് ആയവരല്ല. പക്ഷേ കഴിഞ്ഞ 25 വർഷമായിട്ട് ഇപ്പോൾ നായകനായി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. 25ാം വർഷം നമ്മൾ നായകനായ ഒരു സിനിമയും വരുന്നു, അതും വലിയൊരു ഭാഗ്യം. പിന്നെ വേറൊരു കോയിൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ദൂരദർശൻ അഭിനയിക്കുന്ന സീരിയലിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മണികണ്ഠൻ എന്നായിരുന്നു. ഇതിനകത്ത് അയ്യപ്പനല്ല, പക്ഷെ മണികണ്ഠൻ ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ അതൊക്കെ വലിയ സന്തോഷമുള്ള നിമിഷങ്ങളാണ് 2025. ശരിക്കും പറഞ്ഞാൽ മേ ബി ചേട്ടന് ഇപ്പോൾ ഓക്കെ സിനിമ അന്ന് ട്രൈ ചെയ്തു, ആദ്യത്തെ ഒരു 5 വർഷം പരിശ്രമിച്ചിട്ട് ചിലപ്പോൾ നായകനായില്ല, അത് വെച്ച് വേണമെങ്കിൽ ബാക്കിലോട്ട് പോകാമായിരുന്നു. പക്ഷെ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തു അല്ലേ, ആ ഒരു വെയിറ്റിങ്ങിന് ഒരു ബലം കിട്ടി. അതെ 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 അത് 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 വളരെ സത്യസന്ധമായ കാര്യം. കഴിഞ്ഞ ദിവസം ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്ത് തന്നെ പറയാം. അദ്ദേഹം പറഞ്ഞില്ല, നമ്മുടെ സ്വപ്നങ്ങൾ, അതായത് നമ്മൾ 1000 അടി 50 അടി അടിക്കുമ്പോഴായിരിക്കും ഒരു പാറ പൊട്ടുന്നത്. പക്ഷെ എന്ന് കരുതി 50ാമത്തെ അടിക്കാണ് പാറ പൊട്ടിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ആദ്യത്തെ അടി മുതൽ അതിന് ആഘാതം ഏറ്റിട്ടുണ്ട്. എന്നുപോലെ നമ്മുടെ ഓരോ ശ്രമങ്ങളും ഓരോ പരിശ്രമങ്ങളും ഓരോ കഷ്ടപ്പാടുകളും കൊണ്ട് നേടുന്നതായിരിക്കും ഓരോ നേട്ടങ്ങളും. എന്ന് കരുതി ഇപ്പോൾ എല്ലാം ആയി നല്ല അർത്ഥം. പക്ഷെ നമ്മൾ ഇത്രയൊക്കെ ആയല്ലോ എന്നുള്ള സംതൃപ്തിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ചേട്ടനാണെങ്കിൽ പോലും തുടക്കത്തിൽ മുതലുള്ള അവതാരകരെയൊക്കെ എടുക്കുകയാണെങ്കിൽ ആ സമയത്തും ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള കുറച്ച് അവതാരകർ, ചേട്ടനാണെങ്കിലും നമ്മുടെ കലേഷ് ചേട്ടൻ, അങ്ങനെ കുറച്ച് പേരുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കുറച്ച് അവതാരകരുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ ആ ഒരു രീതിയിലോട്ടൊക്കെ ഇറങ്ങാൻ പറ്റിയത് എങ്ങനെയായിരുന്നു? അതുമായി ഇപ്പോൾ ഓരോന്നും നന്നായി അത്യാവശ്യം സംസാരിക്കുന്ന ഒരാളായതുകൊണ്ടും പിന്നെ ഭാഷ നല്ല മലയാളം ആണ്, ഭാഷ കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കണം. പിന്നെ കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ഈ പല ചെറിയ പ്രായത്തിൽ മുതലേ തന്നെ മുതിർന്ന ഒരുപാട് കലാകാരന്മാരോടൊപ്പം വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പ്രൊഫഷണൽ നാടകങ്ങൾ, പരീക്ഷണ നാടകങ്ങൾ, അമച്ചർ നാടകങ്ങൾ. അപ്പോഴൊക്കെ എന്നെക്കാൾ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരോടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മറ്റൊരു ക്ലാസ്സിലും കിട്ടാത്തതായിരിക്കും. അപ്പോൾ അവരുടെ അനുഭവങ്ങളാണ് നമുക്ക് പങ്കുവെക്കുന്നത്. ഈ കല എന്ന് പറഞ്ഞൊരു സംഭവമായിരുന്നു എല്ലാത്തിൻ്റെ ഒരു അല്ലേ? പിന്നെ ഉറപ്പായിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഇപ്പോൾ ക്രിക്കറ്റുകളെ കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല, ഫുട്ബോളിനെ കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല, മറ്റൊരു കാര്യം രാഷ്ട്രീയത്തെ കുറിച്ച് വളരെ ആകെ അറിയാവുന്ന ഒരു പരിപാടി ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അതൊക്കെ ഇങ്ങനെ ആക്സിഡന്റിൽ സംഭവിച്ചെന്ന് പറഞ്ഞ പോലെ എല്ലാം ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു ചേർന്നു. അതിനും ഒരു കാര്യമുണ്ട്. ഇപ്പം നമ്മൾ അന്വേഷിച്ച പോയിടത്തൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പലപ്പോഴും. അത് അവസരങ്ങളാണെങ്കിൽ ഇപ്പോൾ അഭിനയിക്കുന്ന ഇതുപോലും അളിയൻസ് പോലും ഇപ്പം പിന്നെ നമ്മൾ അറിയാമല്ലോ. എന്നാൽ പോലും എന്നായിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് അടുത്ത അവസരം വരണമെങ്കിൽ നമ്മൾ വിളിക്കണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിക്കണം, അങ്ങനെ നടക്കുള്ളൂ. പക്ഷെ അപ്പോഴൊക്കെ സംഭവിച്ചത് തേടി വന്ന അവസരങ്ങളല്ല. ഈ സിനിമ പോലും നമ്മൾ അങ്ങോട്ട് പോയതല്ല, എല്ലാം തേടി വരുന്നതാണ്. അങ്ങോട്ട് പോയത് എന്നൊരു വിളിക്കാതിരിക്കുന്നൊന്നുമില്ല, ആരെങ്കിലുമൊക്കെ വിളിക്കാറുണ്ട്, പക്ഷെ അതൊന്നും നടക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് നിൽക്കുന്ന ഏരിയ ഏറ്റവും മനോഹരമായി സൂക്ഷിക്കുക, ഏറ്റവും നന്നായി ചെയ്യുക, കൂടുതൽ ആത്മാർത്ഥതയോട് പണിയെടുക്കുക. അപ്പോൾ അവസരങ്ങൾ വന്നു തരും. അതെ. ഈ സൗഹൃദങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ ചേട്ടൻ്റെ സൗഹൃദങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇൻഡസ്ട്രിയിൽ ആക്ച്വലി നമ്മൾ എപ്പോഴും ഇത് വന്നു പോകുന്നവരാണ്. ഇൻഡസ്ട്രിയിൽ നമ്മളൊരു പ്രോജക്റ്റ് കഴിഞ്ഞാൽ അടുത്ത പ്രോജക്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു പറ്റും കൂട്ടുകാരുണ്ടാവും. അത് പിന്നെ കുറച്ചാൾ അങ്ങനെ പോകും. അങ്ങനെ ഇതൊരു എന്താ പറയുക, നമ്മൾ അങ്ങനെ മാറി നമ്മുടെ തലങ്ങൾ മാറുന്നതനുസരിച്ചിട്ട്, ലൊക്കേഷൻസ് മാറുന്നതനുസരിച്ച് സൗഹൃദങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ കൊണ്ടുപോകുന്ന സൗഹൃദങ്ങളല്ല ഇൻഡസ്ട്രിയിലുള്ളത് എന്നെ സംബന്ധിച്ച്. പലർക്കും അങ്ങനെ ആയിരിക്കാം. എൻ്റെ സൗഹൃദങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ നാട്ടിലുള്ള എൻ്റെ കൂട്ടുകാർ, ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ 4 വയസ്സുള്ളപ്പോൾ തുടങ്ങിയ സൗഹൃദമാണ് ബിജു എന്ന് പറഞ്ഞ കൂട്ടുകാർ. നമ്മൾ നഴ്സറി മുതൽ ഒരുമിച്ച് പഠിച്ചവരാണ്. ഇപ്പോഴും എൻ്റെ പോസ്റ്റ് ഒട്ടിക്കാൻ അവനാണ് ഇറങ്ങിയത്. എൻ്റെ നാട്ടിൽ എൻ്റെ സിനിമ വന്നപ്പോഴത്തേക്ക് അവൻ്റെ നേതൃത്വത്തിൽ അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അവിടെ മൊത്തം അതിനുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി നടത്തിയാണ്. അപ്പം അങ്ങനെ അതുപോലെ ഇപ്പം തന്നെ നമ്മുടെ കൂട്ടുകാർ പിന്നെ പുറത്തുള്ള സൗഹൃദങ്ങൾ ഭയങ്കര ഡെപ്തുള്ളതാണ്. കാരണം അവരത് എപ്പോഴും അവർക്ക് എന്നോട് മത്സരിക്കേണ്ട കാര്യമില്ല, എനിക്ക് അവരോട് മത്സരിക്കേണ്ട കാര്യമില്ല. ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, ആരോഗ്യപരമായ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അല്ലെങ്കിൽ എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ നേടുന്ന ഒരു ചിന്തയും കൂടുതലാണല്ലോ. മറ്റവർക്കൊരു പ്രൗഡ് ഫീൽ അല്ലേ? മറ്റവർക്ക് പ്രൗഡാണ്. പിന്നെ മാത്രമല്ല അവർ നമ്മുടെ വളർച്ച, ഇപ്പം നമ്മളെന്തുകൊണ്ട് ചെയ്യുന്നില്ല, നീ വിളിക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സൗഹൃദങ്ങളാണ് അവർക്ക്. അപ്പം അതാണ് നമ്മൾ സേഫ്. എപ്പോഴും സൗഹൃദങ്ങൾ എപ്പോഴും അങ്ങനെയാണല്ലോ, എല്ലാം തുറന്നു പറയാനും
പ്രവർത്തിക്കാനും കൂടെ നിൽക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ കഴിയുന്നതായിരിക്കണം സൗഹൃദം. അവരൊന്നും ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, അവരെല്ലാം ഈ സിനിമയ്ക്ക് വേണ്ടി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. അവരുടെ സ്പോൺസർ ചെയ്യുന്ന ബോർഡുകളൊക്കെ അവർ വെക്കുന്നവരെ കാര്യങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം അത് അവരുടെ സന്തോഷമാണത്. അത് ഞാൻ എഴുതിയിരുന്നു, എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ സ്വപ്നങ്ങൾ അവർ ആഘോഷമാക്കിയപ്പോൾ എന്നൊരു ക്യാപ്ഷനൊക്കെ എഴുതിയിരുന്നു. അതെൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു ബലമാണ്. കാരണം അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിന് ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്നത്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞില്ല 4 വയസ്സുള്ള മുതലുള്ള കൂട്ടുകാർ. അപ്പോൾ നിങ്ങൾ മേ ബി ചേട്ടൻ്റെ ആ ഒരു ടീനേജ് പ്രായത്തിലൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടതായിരിക്കുമല്ലോ അത്, നീ അഭിനയിക്കുന്ന സിനിമ അല്ലേ, ഞാൻ പോസ്റ്റർ ഇങ്ങനെ ഞങ്ങൾ ഇതിന് പുറകെ നടക്കും, ഇതൊക്കെ ഇങ്ങനെ റാൻഡംലി മേ ബി പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അന്ന് ഞാൻ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത്, അന്ന് നാടകം പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് കത്തുകൾ വരുമായിരുന്നു. ഇഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ അന്ന് കത്തയക്കായിരുന്നു. എനിക്കിപ്പോഴും ഉണ്ട്. ഒരു വാടാനപ്പള്ളിയിലുള്ള ഒരു പിന്നെ പ്രസാദ് പൂവരണി എന്ന് പറഞ്ഞ പാലയിലുള്ള അങ്ങനെ കുറേ ചേട്ടന്മാരും പിന്നെ ഓച്ചർ എന്നൊരു പയ്യൻ, അങ്ങനെ കുറേ പേര് എനിക്ക് സ്ഥിരമായി കത്തയക്കുന്നവരുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ പറയും, എൻ്റെ ചേട്ടൻ അവരോട് പറയും, കണ്ടാ നീയും ഇത് കത്തൊക്കെ അയക്കേണ്ടതാണ് അവനെ കളിയാക്കി ചുമ്മാ മനസ്സിലായി നിങ്ങൾ. പക്ഷെ അതൊക്കെ നമ്മൾ വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെ കാണുക. ഇപ്പോൾ ഓരോ സ്റ്റെപ്പിലും ഇപ്പോൾ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോഴും അവർ പറഞ്ഞതാണ് സന്തോഷമായടാന്ന് പറഞ്ഞപ്പോൾ മതി. നമ്മൾ പണ്ട് ഞാൻ എപ്പോഴും ഒരുപാട് ഇങ്ങനെ ഒരുപാട് വലുതായിട്ട് സ്വപ്നം കാണുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്ക് അങ്ങനെ അത് വേണം അതിന് അങ്ങനെ ഒരു ശ്രമമൊന്നുമില്ല. പക്ഷേ ഞാൻ ചെയ്യുന്നത് മാക്സിമം നന്നാക്കി ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഈ പറഞ്ഞ കണക്ക് എല്ലാവരും പറയാറുണ്ട് നമ്മൾ സ്വപ്നങ്ങൾ കാണുക, അപ്പോൾ ആ സ്വപ്നങ്ങൾ പൗലോക്കലുടെ വരികളുണ്ടല്ലോ, തീവ്രമായി നമ്മൾ ആഗ്രഹിച്ചാൽ ഒരു പ്രപഞ്ചം മുഴുവൻ നമ്മളോട് ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഞാൻ അപ്പം ചോദിക്കും, ഞാനത് ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു എക്സിക്യൂട്ടീവ് അപ്പോൾ എന്നോട് ഒരിക്കലും ചോദിച്ചു, ചേട്ടൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എന്തുപറ്റി? ഞാൻ പണ്ടും പറയും, എനിക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നടനാവുക എന്നല്ലോ, അത് ഇന്ന മീഡിയ എന്നില്ല, സീരിയലാവാം സിനിമ എന്ത് വേണമാവാം. അപ്പോൾ എന്തിനാ സിനിമയല്ലേ? സിനിമ അതെ. എന്നിട്ട് അവൻ ആ സമയത്ത് എന്നോട് ചോദിച്ചു 5 പ്രധാനപ്പെട്ട സംവിധായകരുടെ പേര് ചോദിച്ചു. ആ പേര് പറഞ്ഞു. ഇവരൊക്കെയാണല്ലോ ഇപ്പോൾ ലീഡിങ് ഡയറക്ടേഴ്സ്. ഓക്കെ, ഇവരാരെങ്കിലും ഏട്ടൻ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നമ്മളില്ല. ചാൻസ് ചോദിച്ചിട്ടില്ല? ഇല്ല. എൻ്റെ ചേട്ടൻ എന്താ ആഗ്രഹം? ചേട്ടനില്ല, ഒരു ആഗ്രഹമില്ല. നമ്മളിപ്പോൾ അതാണ് ആഗ്രഹമെങ്കിൽ, ഇപ്പോൾ എൻ്റെ ലക്ഷ്യം അതാണെങ്കിൽ എന്ന് ചോദിച്ചാൽ അതല്ലേ ചോദിച്ചാൽ അതാണ് ആഗ്രഹം. പക്ഷെ ഞാൻ അങ്ങനെ ശ്രമിക്കാറില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അങ്ങനെ ആ ഒരാൾ അങ്ങനെ പറഞ്ഞ സമയത്ത് ഒന്ന് ചിന്തിച്ചു. എന്നിട്ട് അവൻ തന്നെ കുറെ ഡയറക്ടേഴ്സിന്റെ നമ്പറൊക്കെ തന്നു. ഞാൻ എല്ലാം സേവൊക്കെ ചെയ്തു വെച്ചു. വിളിച്ചോ? ഇല്ല. പിന്നെ മിക്കവാറും പേര് നമുക്ക് പരിചയമുള്ളവരാണിപ്പോ. എന്നാലും അങ്ങോട്ട് വിളിച്ചൊന്ന് ചോദിക്കാനല്ലേ? ഇതൊന്നും കൊണ്ടല്ല, എന്തോ ഒരു ഇത് അല്ലാതെ വേറെ അവസരങ്ങൾ ചോദിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. നന്നായിട്ട് അറിയാം. എന്നാൽ പോലും പിന്നെ ആക്ച്വലി ഞാൻ സേഫാണ്. നമ്മൾ ഈ പറഞ്ഞ കണക്ക് ഈ 15 ദിവസം ഇവിടുത്തെ ഒരു ഷൂട്ട്, പിന്നെ എന്തെങ്കിലും ആങ്കറിങ് ഉണ്ടെങ്കിൽ ആങ്കറിങ് പോവും, സ്റ്റേജ് ഷോസ്, പിന്നെ പുറം രാജ്യങ്ങളിൽ യാത്രയുണ്ട്. ഞാൻ ഈ ക്രൂസ് കോമറേഡ് എന്നൊരു കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറാണ്. അപ്പോൾ നമ്മളിങ്ങനെ ധാരാളം രാജ്യങ്ങളിൽ ഇങ്ങനെ വലിയ കപ്പൽ, ആഡംബര കപ്പലിലെ യാത്രകൾ, അല്ലാതെ ടൂറുകളൊക്കെ ഉണ്ട്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. എക്സ്പീരിയൻസ് ആണ്. 10-16 നിലകളുള്ള ക്രൂസാണ്. റോയൽ കരീബിയൻ എന്ന ലോകത്തെ ഏറ്റവും വലിയ ക്രൂസ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഒരു 10 ദിവസം 5 ദിവസം ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകും. എല്ലാം കാണുമല്ലോ, ഷോപ്പിംഗ് മോൾ, 7 സ്റ്റാർ ഫെസിലിറ്റീസ് ആണ്. ഫുഡിന്റെ ഏരിയ ഒക്കെ വിഞ്ചാമർ എന്നൊരു ഏരിയ ഉണ്ട്. അതൊരു നമ്മുടെ ലുലു മാളിലത്തിലുണ്ടാവും. ഒരു ഫ്ലോർ പല ടൈപ്പിലുള്ള മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്സ് ഉണ്ടായിരിക്കും അല്ലേ? എല്ലാ ഫ്ലോറിലും ജാക്കുസി, ബാറുകൾ, പിന്നെ ഈ പറഞ്ഞ ഡിഫറെന്റ് റോബോട്ടിക് ബാർ, അങ്ങനെ വളരെ രസം. 2 ആംബി തിയേറ്റേഴ്സ് ഒക്കെ ഉണ്ട്. 2500 പേര് ഇരിക്കാൻ പറ്റുന്ന 2 തിയേറ്ററുകൾ, 5000 പാസഞ്ചേഴ്സാണ്, 2500ഓളം സ്റ്റാഫുകൾ. അങ്ങനെ ഗംഭീരമായ ഒരു എന്തൊരു ആഡംബര കപ്പലിന്റെ അതിലൂടെ ഒരു അന്തം വിട്ട യാത്രയാണ്. ഫസ്റ്റ് ഈ ഒരു ക്രൂസിൽ കയറിയ സമയത്ത് എന്തായിരുന്നു തോന്നിയത്? നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ പുറമേ കാണുമ്പോഴത്തേക്ക്. അത് ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കില്ല, ഇത് ഇങ്ങനെയാണെന്നുള്ള അറിയില്ല. പക്ഷെ അകത്ത് കയറുമ്പോൾ നമുക്ക് കടലാണെന്ന് അറിയുന്നത് പുറത്ത് വരുമ്പോഴാണ്. കാരണം നമ്മൾ വലിയൊരു ഹോട്ടലിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. മൂവിന്ന് അറിയില്ലല്ലോ, അത്രയും വെയിറ്റ് ഉള്ള, ഭാരമുള്ളത് കൊണ്ട് തന്നെ അറിയില്ല. അതെ, അപ്പൊ അങ്ങനെയും കുറെ അപ്പൊ ഇതിപ്പോ ഇങ്ങനെ അങ്ങനെ പോവുകയാണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും തിരക്കാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അതുകൊണ്ടാണ് ഞാൻ ഒരുപക്ഷെ നമ്മൾ
വിശക്കുമ്പോഴല്ലേ നമുക്ക് തേടി പോകേണ്ടി വരുള്ളൂ. അതെ അതെ, നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അത് കഴിച്ചിട്ടിരിക്കാമല്ലോ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചേട്ടാ ഇതുപോലെ ഒരുപാട് രാജ്യങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാജ്യം ഏതാണ് കൂട്ടത്തില്? സിമ്പിളായിട്ട് തോന്നിയത് വിയറ്റ്നാമാണ്. ആ, പക്ഷെ ഭയങ്കര ഇത് റിച്ചായിട്ട് തോന്നിയത് മെക്കാവാണ്. മെക്കാവെന്ന് വെച്ചാൽ അത് നമ്മൾ അവിടെ കളർഫുള്ളാണ്, ഫുൾ കളർഫുൾ എന്ന് വെച്ചാൽ ഫുൾ ലൈറ്റുകളാണ്. നമ്മൾ ബിൽഡിങ്ങുകൾ പോലും ഫുള്ള് മറ്റേ LED വാളുകളും അങ്ങനെയൊക്കെയാണ്. ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ കണ്ണ് മിഴിച്ച് കണ്ടുകൊണ്ട് ഇരിക്കാനുള്ള കാഴ്ചകളുണ്ട്. വിയറ്റ്നാം എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്. അതൊരു 3-4 ടൈപ്പ് ഓഫ് ആംബിയൻസ് ആണ് അതിന്. അതുപോലെ ചൈനയിൽ പോയപ്പോഴും നമുക്ക് ചൈനയിൽ ചാൻജിയാജി എന്നൊരു സ്ഥലമുണ്ട്. ചൈന നമുക്കറിയാം ലോകത്തെ ഏറ്റവും അത്ഭുതങ്ങളുള്ള രാജ്യമാണ്. പല ഏറ്റവും വലിയ എന്താണ് എലിവേറ്റർ, ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ്, ഭയങ്കരമായ ഏറ്റവും വലിയ ബിൽഡിങ്ങുകൾ എല്ലാം അവിടെയാണല്ലോ ഉള്ളത്. അതേ നാട്ടിൽ തന്നെ ചാൻജിയാജി എന്നൊരു സ്ഥലമുണ്ട്. ചാൻജിയാജി എന്ന് നമ്മുടെ മൂന്നാറും പൊന്മുടിയും വയനാടും ഒക്കെ പോലൊരു സ്ഥലമാണ്. അത്ര അപ്ഡേറ്റഡ് ഒന്നും അല്ലാത്ത, പക്ഷെ ഭയങ്കര രസമാണ്. ഫുഡിന്റെ രീതിയും പ്രകൃതിയും ഒക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്നത്. ഏറ്റവും നല്ല ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന നാട്ടുകാർ ഏത് രാജ്യത്തെ ആയിരിക്കും? ഈ ആക്ച്വലി ചൈനയുടെ ഒക്കെ പ്രശ്നം വെച്ചാൽ നമുക്ക് അവർക്ക് വേറെ ഒരു ലാംഗ്വേജും അറിയില്ല. അത് വലിയ പ്രശ്നമാണ്. ജപ്പാനിൽ പോയപ്പോഴും അവരുടെ ലാംഗ്വേജ് മാത്രമേ അവർക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ഒരു വെയർ എന്ന് ചോദിച്ചാൽ പോലും അവർക്ക് അറിയില്ല. വെർ ഈസ് ദ എന്ന് പറഞ്ഞ് നമ്മൾ ഒരു ചർച്ച് എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. നമ്മളിവിടെ ട്രാൻസ്ലേറ്റർ ഒക്കെ എടുക്കണം. ഞാനൊന്നും വേണ്ട, മക്കൾക്ക് എന്നോട് പറഞ്ഞ് നൂഡിൽസ് കൊണ്ടുവന്നു. അവിടുത്തെ നൂഡിൽസ്, ഞാൻ നൂഡിൽസ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അറിയില്ല. അയ്യോ, നമുക്കിവിടെ ചൈനീസ് നൂഡിൽസിൽ അറിയാം. അപ്പം അതിന് ഞാൻ അവസാനം എനിക്കൊരു പാക്കറ്റ് കണക്കുള്ള വേണം. അവസാനം ഞാൻ കാണിച്ച് കൊടുത്തപ്പോൾ ഒരു ഷോപ്പിൽ ചെന്ന് ഇതെന്ന് പറഞ്ഞപ്പോൾ അവരതെടുക്കുക. ഒന്നും അറിയില്ല അവർക്ക്. അയ്യോ, പക്ഷെ എന്ത് പറയാനാ, അവരെ എങ്ങനെ പറയണമെന്നറിയില്ല. എപ്പോഴും നമ്മൾ പിന്നെ അഭിനയിച്ച് കാണിച്ചൊക്കെയാണ്. എത്ര ദിവസം നിന്നു ചൈനയില്? ചൈനയും കൊറിയ ഉണ്ടായിരുന്നു. കൊറിയയിലും പോയി. അവിടെ ഈ സെയിം തന്നെ, അവർക്കും അറിയില്ല. ഒന്നും അറിയില്ല. ഞാൻ എന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചോദിക്കും, എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് അറിയില്ല. പക്ഷെ അവർക്ക് അവരുടെ ഭാഷ അറിയാം, അത് മതി അവർക്ക്. പുറം ലോകത്തെ കുറിച്ച് അവർ കൂടുതൽ ചിന്തിക്കുന്നില്ലല്ലോ. അതെ, നമ്മളിങ്ങനെ ചില യാത്രകൾ ചെയ്യുന്നവരെയൊക്കെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലെ ആളുകൾ ഇത്തിരി കൂടെ റഫായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. കുറച്ച് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു ട്രിപ്പിൽ പോയപ്പോഴത്തേക്ക് നമ്മളോട് നോർമലി നമ്മുടെ ഒരു പ്രശ്നം, നമ്മുടെ എല്ലാ പ്രശ്നം ഇന്ത്യൻസ് എന്ന് കേൾക്കുമ്പോൾ അവർ നോർത്ത് ഇന്ത്യൻസ് എന്നാണ് കരുതുന്നത്. ഈ നോർത്ത് ഇന്ത്യൻസ് പലയിടങ്ങളിലും പോയി പല പ്രശ്നങ്ങളുണ്ട്. അലമ്പിൻ്റെ ആൾക്കാരാണ് അവർ. അപ്പോൾ റെസ്റ്റോറൻറ്റിലാണെങ്കിൽ ശരി തന്നെ, താമസിക്കുന്ന ഹോട്ടലിലാണെങ്കിൽ തന്നെ ഒരു ഇഷ്യൂ ഉണ്ടാക്കും. അതിങ്ങനെ സ്ഥിരമായി വരുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഇന്ത്യൻസ് എന്ന് പറഞ്ഞു തന്നെ അവർ, അപ്പോൾ അപ്പോഴേ നമ്മളോടൊരു ആ ഒരു മെൻറ്റാലിറ്റി, അവർക്ക് സൗത്ത് നോർത്ത് വ്യത്യാസമില്ല. അവർക്ക് ആകെ ഇന്ത്യൻസ് എന്നേ അറിയാവൂ. പിന്നെ നമ്മൾ പറഞ്ഞാലും മനസ്സിലാവില്ല. പിന്നെ നമ്മളിപ്പോൾ ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാലും അവർ നോർത്ത് ഇന്ത്യൻ ഫുഡ് അത് കരുതുന്നു. റൊട്ടി സബ്ജിയൊക്കെ അല്ലേ, അത് തന്നെയാണ് രീതി. അവർക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് ഒന്നും അറിയില്ല. പറ്റി അവർക്ക് അറിയില്ല. പിന്നെ വിയറ്റ്നാമിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവർക്കൊക്കെ അവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. ചേട്ടൻ ഇങ്ങനെ പോകാൻ ആഗ്രഹിച്ച് വെച്ചേക്കുന്ന ഇനി ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള പ്ലേസ് ഏതാ? സീരിയസ്ലി ഞാൻ അങ്ങനെ ഒരു എല്ലാം കാണണം അങ്ങനെയൊന്നും ഒരു ആഗ്രഹമുള്ള ഇത് ഞാൻ പറഞ്ഞു, ഇതൊക്കെ വന്നു ചേരുന്നത്. വന്നാൽ ഞാൻ വിടില്ല, മിസ് ചെയ്യില്ല. ഒറ്റയ്ക്കാണോ ഫാമിലി ആയിട്ടാണോ പോകുന്നത്? ആദ്യം പോയപ്പോൾ ഞാനും വൈഫും കൂടെയാണ് പോയി സിംഗപ്പൂരൊക്കെ പോയത്. കാരണം അതൊരു കോംപ്ലിമെന്റ് ആയിട്ട് അവർ നമ്മളെ കണ്ടു. പിന്നെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പാടല്ലേ. കാരണം നമുക്ക് ഓരോ 2 ലക്ഷം 3 ലക്ഷം രൂപയ്ക്കാണ് ഒരു ട്രിപ്പിൽ വരുന്നത്. പിന്നെ അപ്പോൾ അവർ രണ്ടുപേരെ കൂടി അഫോർഡ് ചെയ്യാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എന്തായാലും ഫ്രീ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു സംഭവം വരുമ്പോൾ കൊണ്ടുപോകാം. അതെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബക്കറ്റ് ലിസ്റ്റിൽ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ എനിക്ക് യൂറോപ്യൻ കൺട്രീസിൽ പോകണമെന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസാണ് അടുത്തൊരു സാധനം പിടിച്ചിരിക്കുന്നത്. അതെ. അല്ലാതെ എനിക്ക് അമേരിക്കൻ വിസയുണ്ട്, ദുബായ് വിസ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അമേരിക്കയിലേക്ക് ഇടയ്ക്ക് പോകാറുണ്ട്. അതല്ലാതെ ഷോക്ക് ആയിട്ടാണ് പോകുന്നത്. അതെ. ഈ പറഞ്ഞ പോലെ ഈ ഇത്രയും രാജ്യങ്ങളൊക്കെ കണ്ട് ഈ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ടോ? പ്ലാൻ ഉണ്ടോ? അങ്ങനെയൊന്നും പ്ലാനൊന്നും ഇല്ല. പക്ഷെ ഞാൻ അത്യാവശ്യം എഴുതാറുണ്ട്, കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരാളാണ്. അങ്ങനെ ഒരു സാഹചര്യം വരെ ഇങ്ങനെ ഉറപ്പായിട്ട് എഴുതും. പക്ഷെ ഒരു പ്ലാനൊന്നുമില്ല, നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം എൻ്റെ ഒരു പുസ്തകം ഇറങ്ങണം അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഇതുവരെ. ഇല്ല. അപ്പോൾ ഇനി എന്താണ് ലൈഫിലെ നെക്സ്റ്റ്? ഒന്നും പ്ലാൻ ചെയ്യാത്ത ആളാണ് ചോദിക്കുന്നത്, തന്നെ മിസ്റ്റേക്കാണ്. എന്നാലും എന്തെങ്കിലും ഒരു പ്ലാനിങ് കാണുമല്ലോ, എന്തെങ്കിലും കുറച്ച് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട്. ഞാൻ വളരെ സീരിയസ് ആയിട്ട് വേണം. ഇപ്പം എൻ്റെ വീട്ടിലാർക്കും അറിയാം ഞാൻ അങ്ങനെ
എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കുക, ഏറ്റവും സന്തോഷമായിട്ട്. ഞാൻ ഭയങ്കര സന്തോഷമുള്ള ആളാണ്, തോന്നില്ലേ കണ്ടിട്ട്? എപ്പോഴും ഞാൻ അങ്ങനെ, എപ്പോഴും തമാശകൾ പറഞ്ഞ് ചിരിച്ചിരിക്കുക, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ ആരെയും കൂടുതൽ ബുദ്ധിമുട്ടിക്കായിരിക്കും നമ്മളിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഒരു വർക്ക് മാത്രം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വർക്കിനിടയിൽ വേറൊരു വർക്ക് കമ്മിറ്റ് ചെയ്ത് അവർക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. പണ്ട് ഞാൻ ഡബ് ചെയ്യണ സമയത്തും പുറത്താറിൽ വന്നാൽ ഞാൻ ഇറങ്ങി കൊടുക്കും, അവർ ചെയ്തിട്ട് പോകണത്. കാരണം എനിക്ക് അതൊക്കെയാണ് എൻ്റെ ഒരു അതാണ് എൻ്റെ ഒരു രീതി. പിന്നെ ഈ പറഞ്ഞ കണക്ക് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാറുണ്ട് കേട്ടോ. ഞാൻ അല്ല വെറുതെ പാവം അങ്ങനെയൊന്നും അല്ല. ഞാൻ റെസ്പോണ്ട് ചെയ്യും. പിന്നെ ഒരു പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്തും ആ പ്രോജക്റ്റിന് ആദ്യം സംസാരിക്കുന്നതാണ്, പിന്നെ ഞാൻ സംസാരിക്കാറില്ല. സാധാരണ നമ്മൾ പലരെയും കണ്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ പ്രോജക്റ്റ് കയറുന്നതനുസരിച്ച് അതിന് ഡിമാൻഡ് കൂട്ടുക, അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരിക്കൽ സംസാരിച്ച് പൂർത്തീകരിച്ച ഫസ്റ്റ് ഡീൽ ബെസ്റ്റ് ഡീൽ. അതിനപ്പുറത്തേക്ക് ഞാനിപ്പോൾ എൻ്റെ ക്യാരക്ടർ കുറച്ച് കയറിയിട്ടുണ്ട്, അപ്പോൾ എനിക്കൊരു 1000 രൂപ കൂടുതലാ, അങ്ങനെയുള്ള പരിപാടി അതൊന്നും വേണ്ട. അതുകൊണ്ടല്ലേ ഒരു വർക്ക് ചെയ്തത്. അല്പം വേണമെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് ഒരു വർക്ക് കൂടെ ചെയ്യാമല്ലോ. അതെ, ഈ ഒരുപാട് ആളുകളെ ഇങ്ങനെ മീൻസ് അധികം അങ്ങോട്ട് ബുദ്ധിമുട്ടിക്കാതെ, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഡബ് ചെയ്യാനൊക്കെ ആയാലും അവർ ചെയ്തിട്ട് പോട്ടെ, അങ്ങനെ നിൽക്കുന്നവരെ ചിലപ്പോൾ ആളുകൾ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ യൂസ് ചെയ്യാറുണ്ടോ എപ്പോഴെങ്കിലും ആരെങ്കിലും? അല്ല, അത് സ്വാഭാവിക ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകതയാണ്. അത് നനഞ്ഞിടം കുഴിക്കാന്ന് പറയല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മളിപ്പോൾ ഒരു യാത്രയ്ക്ക് ദൂരോട്ട് പോകുമ്പോൾ നമ്മൾ ട്രാവലറിൽ വരാമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആ സാഹചര്യത്തിനനുസരിച്ച് ട്രാവലർ കയറിയാൽ പിന്നെ അവർ പറയുന്നത് അനീഷിന് ട്രാവൽ വിട്ട് കൊടുക്കാൻ പറയും, പിള്ളേർ വന്നോളൂ എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ട്രാവലറിൽ പോകേണ്ട സ്ഥലത്ത് ട്രാവലറിൽ പോകാം, കാറിൽ പോകേണ്ട സ്ഥലങ്ങളിൽ കാറിൽ തന്നെ പോകണം. അത് നമുക്ക് ഡിസേർവ് ചെയ്യുന്ന സംഭവങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. കാരണം അത് കഷ്ടപ്പെട്ട് നമ്മൾ നേടിയതാണ്. ആ ഫെസിലിറ്റീസ് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അവിടെയും നമ്മൾ കോംപ്രമൈസ് ചെയ്താൽ നമ്മൾ എന്നും ഇതായി എന്ന് കരുതി നമ്മൾ എല്ലാം പിടിച്ചു വാങ്ങാൻ നിൽക്കണ്ട. പക്ഷെ നമ്മൾ അർഹിക്കുന്ന നമുക്കറിയാലോ നമുക്ക് എന്താണ് ഡിസേർവിംഗ്, അത് നമ്മൾ മേടിച്ചോണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. ഈ നോ പറയാനൊക്കെ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളാണോ എന്തെങ്കിലും ഒരാളോട് എന്തെങ്കിലും നോ പറയാനായിട്ട്? ഞാൻ അങ്ങനെ ചോദിച്ചാൽ ഞാൻ നോ പറയേണ്ടടുത്ത് ഞാൻ നോ പറയാറുണ്ട്. പിന്നെ ഈ ആളുകൾ അധികം വിഷമിപ്പിക്കണമെന്ന് കരുതും ഞാൻ. പക്ഷെ എൻ്റെ പ്രശ്നം വെച്ചാൽ ഞാൻ പറയാതിരുന്ന ഒരു ദിവസം പറയുമ്പോൾ അതോടുകൂടി ഒരു പ്രശ്നം, അതോടുകൂടി വലിയ പ്രശ്നമാകും. കുറേയൊക്കെ മാറി. പണ്ട് കുറച്ചുകൂടെ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളായിരുന്നു. ഇപ്പം പക്ഷെ കുറേയൊക്കെ മാറി. നമ്മളിപ്പോൾ കാലങ്ങളും പ്രായവും മാറി വരുന്നതനുസരിച്ച് നമ്മൾ പക്വത ഉണ്ടാവുമല്ലോ. അതെ. അപ്പോൾ അങ്ങനെയാണ് അനീഷേട്ടൻ്റെ കറണ്ട് ലൈഫ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഷൂട്ട് തുടങ്ങാനായിട്ട് ഇപ്പോൾ ബ്രേക്ക് ടൈമാണ്. അപ്പോൾ ഇതിനിടയിൽ ഒരു പടം കൂടി ഞാൻ ചെയ്തു. ഇപ്പോൾ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണനും ഗൗരി ശങ്കർ ദേവജൻ മുന്നേയും പിന്നെ കൈലാഷ് ഒക്കെ ഉള്ള ഒരു സിനിമ ഇപ്പോൾ വയനാട്ടിൽ ഷൂട്ട് നടക്കുകയാണ്. അതിനകത്ത് ഞാനൊരു സൂപ്പർ സ്റ്റാറിന്റെ വേഷം ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ സിനിമ ചിലപ്പോൾ മാർച്ച് ഏപ്രിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. പേര് അനൗൺസ് ചെയ്തിട്ടില്ല അവർ. അപ്പോൾ അത് രാജേഷ് ചേട്ടനാണ് എൻ്റെ ഓൾ ഇൻ ഓൾ. അപ്പോൾ അതിൻ്റെ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പടം. അപ്പോൾ എന്തായാലും ചേട്ടാ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരുപാട് സന്തോഷം. വിളിക്കുകയാണ്. യെസ്, ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.